എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം. നവരാത്രി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം കളയാതെ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായി കേൾക്കാം. ആദ്യമേ തന്നെ എന്താണ് നവരാത്രി എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടുനോക്കാം. നവ 9 എന്നർത്ഥം, രാത്രി രാത്രി എന്നർത്ഥം എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് നവരാത്രി എന്ന വാക്ക്. 9 രാത്രികളും 10 പകലും വ്യാപിച്ചു കിടക്കുന്ന ഇത് ഹിന്ദു മതത്തിലെ ഏറ്റവും പവിത്രമായ ഉത്സവങ്ങളിൽ ഒന്നാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ പ്രതിനിധീകരിക്കുന്ന ദുർഗാദേവിയെ അല്ലെങ്കിൽ ശക്തിയെ അവളുടെ 9 മനോഹരമായ രൂപങ്ങളിൽ വളരെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. നവരാത്രി ആഘോഷിക്കുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിങ്ങനെ ദുർഗാദേവിയുടെ 9 അവതാരങ്ങളെ ഭക്തർ ആരാധിക്കുന്നു. ആദ്യത്തേത് ശൈലപുത്രി ദേവി, രണ്ടാമത്തേത് ബ്രഹ്മചാരിണി ദേവി, മൂന്നാമത്തേത് ചന്ദ്രകാന്ത ദേവി, നാലാമത്തേത് കുഷ്മാണ്ഡ ദേവി, അഞ്ചാമത്തേത് സ്കന്ദമാതാ ദേവി, ആറാമത്തേത് കാത്യായനി ദേവി, ഏഴാമത്തേത് കാളരാത്രി, എട്ടാമത്തേത് മഹാഗൗരി ദേവി, ഒൻപതാമത്തേത് സിദ്ധിദാത്രി ദേവി. ഇവർ ബാലാത്രിപുര സുന്ദരി, ഗായത്രി, അന്നപൂർണ, മഹാലക്ഷ്മി, ലളിതാ ത്രിപുര സുന്ദരി, സരസ്വതി, ദുർഗ, മഹിഷാസുരമർദ്ദിനി, രാജരാജേശ്വരി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്ന 9 ദേവതകളാണിവർ. നവരാത്രികളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ഈ നാമങ്ങൾ ജപിക്കുന്നത് വഴി പ്രകൃതി ദുരന്തങ്ങൾ, ശത്രുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും ദുർഗയുടെ കൃപയാൽ തീർച്ചയായും സംരക്ഷിക്കപ്പെടും. മാർക്കണ്ഡേയ പുരാണത്തിലെ ദുർഗാ സപ്തശക്തി പ്രകാരമുള്ള ഈ 9 നാമങ്ങൾ മറ്റേതൊരു മന്ത്രത്തെക്കാളും വളരെ ശക്തവും ജപിക്കാൻ വളരെ എളുപ്പവുമാണ്. വർഷത്തിൽ 5 തവണയാണ് നവരാത്രി ആഘോഷിക്കുന്നത്. വസന്ത നവരാത്രി, ആഷാഢ നവരാത്രി, ശാരദ നവരാത്രി, പൗഷ് അല്ലെങ്കിൽ മാഘ നവരാത്രി എന്നിവയാണ് അവ. ഇതിൽ പൂരാടശി മാസത്തിലെ ശാരദ നവരാത്രിയും വസന്തകാലത്തിലെ വസന്ത നവരാത്രിയും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നവയാണ്. ആദ്യത്തേത് വസന്ത നവരാത്രി. എന്താണ് വസന്ത നവരാത്രി എന്നത് കേട്ടു നോക്കാം. വസന്ത നവരാത്രി എന്നും അറിയപ്പെടുന്ന ബസന്ത നവരാത്രി വസന്തകാലത്ത്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ശക്തിയുടെ മാതൃദേവി 9 രൂപങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട 9 ദിവസത്തെ ഉത്സവമാണ്. ഇത് ചൈത്ര നവരാത്രി എന്ന പേരിലും അറിയപ്പെടുന്നു. 9 ദിവസത്തെ ഉത്സവം രാമനവരാത്രി എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഗുപ്ത നവരാത്രി. ആഷാഢ അല്ലെങ്കിൽ ഗായത്രി അല്ലെങ്കിൽ ശകംഭരി നവരാത്രി എന്ന പേരിലും അറിയപ്പെടുന്ന ഗുപ്ത നവരാത്രി ആഷാഢ മാസത്തിലെ, അതായത് ജൂൺ ജൂലൈ മാസത്തിലെ
ശക്തിയുടെ മാതൃദേവി 9 ദിവസങ്ങളാണ്. ഗുപ്ത നവരാത്രി ആഷാഢ ശുക്ലപക്ഷത്തിലാണ്, അതത് ചന്ദ്രന്റെ വളർച്ചാഘട്ടത്തിലാണ് ആചരിക്കുന്നത്. മൂന്നാമത്തേത് ശാരദ നവരാത്രി. നവരാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇതിനെ മഹാനവരാത്രി, അതായത് മഹത്തായ നവരാത്രി എന്ന പേരിലും വിളിക്കുന്നു. അശ്വിന മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. ശരത്കാലത്ത്, അതായത് ശൈത്യത്തിൻ്റെ ആരംഭം സെപ്റ്റംബർ ഒക്ടോബറിൽ ആഘോഷിക്കുന്നതിനാൽ ശരത് നവരാത്രി എന്ന പേരിലും ശാരദ നവരാത്രി അറിയപ്പെടുന്നു. നാലാമത്തേത് പൗഷ നവരാത്രി. പൗഷമാസത്തിൽ, അതായത് ഡിസംബർ ജനുവരി മാസത്തിൽ 9 രൂപശക്തിയെ, അതായത് മാതാവിനെ ആചരിക്കുന്ന 9 ദിവസങ്ങളാണ് പൗഷ നവരാത്രി. പൗഷ ശുക്ലപക്ഷ ചന്ദ്രന്റെ മെഴുകുതിരി ഘട്ടത്തിലാണ് പൗഷ നവരാത്രി ആചരിക്കുന്നത്. അഞ്ചാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ നവരാത്രിയാണ് മാഘ നവരാത്രി. ഗുപ്ത നവരാത്രി എന്ന പേരിലും അറിയപ്പെടുന്ന മാഘ നവരാത്രി മാഘമാസത്തിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 9 രൂപശക്തി മാതാവിനെ ആചരിക്കുന്ന 9 ദിവസങ്ങളാണ്. മാഘശുക്ലപക്ഷ ചന്ദ്രന്റെ മെഴുകുതിരി ഘട്ടത്തിലാണ് മാഘ നവരാത്രി ആചരിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ചാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നത്. ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി ദുർഗാദേവി എരുമയുടെ മേൽ യുദ്ധം ചെയ്ത് വിജയിച്ചു വരുന്ന ചടങ്ങാണിത്. വടക്കൻ, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഈ ഉത്സവം രാമലീലയുമായും ദസറയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. രാവണൻ എന്ന അസുര രാജാവിനെതിരെ രാമൻ നടത്തിയ യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ആഘോഷമാണിത്. തെക്കൻ സംസ്ഥാനങ്ങളിൽ രാമൻ അല്ലെങ്കിൽ സരസ്വതി എന്ന വിവിധ ദേവതകളുടെ വിജയം ആഘോഷിക്കപ്പെടുന്നു. എല്ലാ സന്ദർഭങ്ങളിലും പൊതുവായ പ്രമേയം രാമായണം അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യം പോലുള്ള പ്രാദേശികമായി പ്രചാരത്തിലുള്ള ഒരു ഇതിഹാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തിന്മയുടെ മേൽ നന്മയുടെ യുദ്ധവും വിജയവുമാണ്. പ്രഥമ ശൈലപുത്രി ച ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാദ്യനീതീജ, സപ്തം കാലരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം, നവം സിദ്ധിദാത്രി ച നവദുർഗ പ്രകീർത്തിത, ഉക്താന്യേതാനി നാമാനി ബ്രാഹ്മണൈവ മഹാതന്ന. ദുർഗയുടെ ജനനത്തെക്കുറിച്ച് അത്ഭുതകരമായ ഒരു പുരാണ കഥയുണ്ട്. എരുമത്തലയുള്ള ഒരു ഭീകരനായ അസുരൻ മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും അല്ലെങ്കിൽ ദേവന്മാരെ കീഴടക്കുന്നതിൽ വിജയിക്കുകയും എല്ലാ സൃഷ്ടികളുടെയും യജമാനനായി സ്വയം സ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. പരാജയത്തിൽ നിരാശരായ ദേവന്മാർ ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ദ്രന്റെ കീഴിൽ ഒരു സമ്മേളനത്തിലേക്ക് പിൻവാങ്ങുന്നു. അവർ തങ്ങളുടെ ശക്തികളെല്ലാം ഒരു പ്രത്യേക ആയുധമോ വ്യക്തിപരമായ ഗുണമോ സംഭാവന ചെയ്തുകൊണ്ട് സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഉഗ്രയായ സ്ത്രീ യോദ്ധാവ് ഉയർന്നു വന്നു. അതിൽ നിന്ന് ഒരു മുരളുന്ന കടുവയെ സവാരി ചെയ്തു. 18 കൈകളിൽ ഓരോ ആയുധവും ധരിച്ചു. 9 പകലും
9 രാത്രിയും അവൾ മഹിഷാസുരനുമായി ഉഗ്രവും രക്തരൂക്ഷിതവുമായ യുദ്ധം നടത്തി. ഒടുവിൽ അവനെ പരാജയപ്പെടുത്തി. ഈ 9 പകലും 9 രാത്രിയും വർഷം തോറും 9 ദിവസത്തെ നവരാത്രി ഉത്സവമായി ആഘോഷിക്കുന്നു. നന്മയുടെ ശക്തിയാൽ ഭയങ്കരമായ തിന്മയുടെ പരാജയം ആഘോഷിക്കപ്പെട്ടു. ദുർഗയുടെ 9 അവതാരങ്ങളെയും 10-ാം ദിവസം എല്ലാ ശക്തികളെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം മഹിഷാസുരനുമായി യുദ്ധം ചെയ്യാൻ എല്ലാ ദേവതകളും അവരുടെ ശക്തികളെ ഒരുമിച്ച് കൊണ്ടുവന്നു. തുടർന്ന് മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി മാ ദുർഗ ജനിച്ചു. അങ്ങനെ 9 ദിവസം ഞങ്ങൾ ആ ദേവിമാരെയെല്ലാം വെവ്വേറെ ആരാധിക്കുകയും അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം പാകം ചെയ്യുകയും പ്രണാമം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. 10-ാം ദിവസം എല്ലാ ദേവതകളുടെയും എല്ലാ ശക്തികളോടും കൂടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് നവരാത്രിയോടനുബന്ധിച്ച പുരാണ ഐതിഹ്യ കഥകളും നവരാത്രിയുടെ വിശേഷങ്ങളും. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വിഷയവുമായി ഉടനെ എത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻസിലൂടെ രേഖപ്പെടുത്താനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വിഷയവുമായി ഉടനെ വരാം. അതുവരെ ഹൃദയത്തിൽ നിന്നും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.